സാർ നമ്മൾ കണ്ടു അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഓടിച്ചത് നമ്മൾ കണ്ടു. വയനാട്ടിൽ വന്ന് അയാൾ ആദ്യ തവണ മുസ്ലിം ലീഗിനെയും മറ്റും ഇസ്ലാമിക പ്രീണനം നടത്തിക്കൊണ്ട് തന്നെ ജയിച്ചത് നമ്മൾ കണ്ടു. ഇനി അയാൾ മറ്റൊരു സ്ഥലത്ത് കൂടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അയാൾ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊടുത്തിട്ടുണ്ടോ, പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വയനാടുകാർ ഇയാളെ വോട്ട് കുത്തിയ വയനാടുകാരോട് ഇയാൾ നൽകുന്ന സന്ദേശം എന്താണ്? ഇപ്പം മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രിയങ്കയും അതല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അടക്കമുള്ള റോബർട്ട് വരെയുള്ളവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അയാൾ വയനാട് വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ കൂടി നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്താണ് വയനാട്ടുകാർക്ക്, അതല്ലെങ്കിൽ പണ്ട് അമേഠിക്കാർക്ക് കൊടുത്ത ആ ഒരു സന്ദേശം അത് തന്നെ വയനാട്ടുകാർക്കും കൊടുക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു കാര്യം കൂടി അങ്ങയുടെ വീക്ഷണത്തിൽ വരുന്നത്? അതായത് അദ്ദേഹം 2 മണ്ഡലത്തിൽ ജയിച്ചു എന്നിരിക്കട്ടെ, വയനാട്ടിലും ജയിച്ചു, അതുപോലെ തന്നെ റായ്ബറേലിയിലും ജയിച്ചു എങ്കിൽ ഇദ്ദേഹം രാജിവെക്കുന്ന സീറ്റ് ഏതായിരിക്കും? ഒരു സംശയമില്ല, വയനാടായിരിക്കും. രാജിവെക്കുന്ന സീറ്റ് വയനാടായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ഹിന്ദു ആണെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം അല്ലാത്ത ഒരാളിന് 4 പെണ്ണ് കെട്ടാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഭാര്യ നിലവിലുണ്ടെങ്കിൽ മറ്റൊരു ഭാര്യ എന്ന് പറയുന്ന ആളിനെ കൈവശം സൂക്ഷിച്ചാൽ ആ മറ്റേ പെണ്ണിനെ വിളിക്കുന്ന പേരെന്താണോ ആ പേരിൽ വയനാടിനെ വിളിക്കേണ്ടി വരും. അതായത് വയനാട് രാഹുൽ ഗാന്ധിയുടെ വെപ്പാട്ടിയും റായ്ബറേലി ഭാര്യയുമാവും. അത് തെളിയും ഇവിടെ. എന്നാൽ വെപ്പാട്ടിയാകുന്നത് അഭിമാനമാണ് എന്ന് കരുതുന്ന മുന്നണികളാണ് കേരളത്തിലുള്ളതെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ളതെങ്കിൽ, ആ ഒരു പദവിക്ക് വേണ്ടി മോഹിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ UDF-നെയും LDF-നെയും നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? ഒരു ഡിക്ഷണറിയിൽ ഇന്നുവരെ ആ വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. പക്ഷെ സംഭവിക്കുന്നത് ചിലപ്പോൾ തിരിച്ചായിരിക്കും. ഈ റായ്ബറേലി ജയിക്കുന്ന എന്താ ഇത്ര ഉറപ്പ്? അതിന്റെ കാരണം ഞാൻ വളരെ വ്യക്തമായി കണക്കുകളിലൂടെ പറയാം. അമേഠി എങ്ങനെയാ പിടിച്ചതെന്ന് പറയാം. അമേഠി പിടിക്കുമ്പോൾ അമേഠിയിൽ ആദ്യം BJP മത്സരിക്കുമ്പോൾ 25,000 വോട്ടാണ്. രണ്ടാമത് BJP മത്സരിക്കുമ്പോൾ 1,70,75,000 വോട്ടാണ്. 1.5 ലക്ഷം വോട്ട് കൂടി. മൂന്നാമത് മത്സരിക്കുമ്പോൾ പാർട്ടി 1.5 എന്നുള്ളത് 3.5 വർദ്ധിപ്പിക്കുകയും ജയിക്കുകയും ചെയ്തു. അതായത് ആ ഒരു പാറ്റേണിൽ ഇതേ റായ്ബറേലിയിൽ സംഭവിക്കുകയാണ് എങ്കിൽ അവിടുത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ഇലക്ഷനിൽ അവിടെ ജയിക്കാൻ പോകുന്ന BJP ആയിരിക്കും. കാരണം പുറകോട്ടുള്ള വോട്ടിന്റെ പാറ്റേൺ അതാണ്. അന്ന് അമേഠിയിൽ BJP ജയിക്കും അല്ലെങ്കിൽ സ്മൃതി ഇറാനി ജയിക്കും എന്ന് ആരും വിചാരിച്ചില്ല. അട്ടിമറി ജയമായിരുന്നു എന്ന് പറഞ്ഞ ഒരു അട്ടിമറി ജയത്തിലൂടെ ഈ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കടിച്ചതും പോയി പിടിച്ചതും പോയി എന്നുള്ള അവസ്ഥയിലാവും. അപ്പോൾ ഉപേക്ഷിക്കാൻ വെച്ചിരുന്ന വയനാട്ടിലേക്ക് വീണ്ടും വരേണ്ടി വരും. ഏത് മൊഴി ചൊല്ലിയ ഭാര്യയെ തന്നെ വീണ്ടും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് വരും. ഇനി 3ാമത് സീറ്റിലോ 4ാമത് സീറ്റിലോ പോയി മത്സരിച്ചാൽ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ മത്സരിച്ച് എല്ലാ സീറ്റിലും പരാജയപ്പെട്ട് തോറ്റു മടങ്ങി അവസാനം വയനാട്ടിലേക്ക് വരും. അങ്ങനെ വയനാട്ടിലേക്ക് വരുമ്പോ ഈ ഉണ്ണുന്നവന് നാണമില്ലെങ്കിൽ വിളമ്പുന്നവന് നാണം വേണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ നാട് നീളെ നടന്ന് നീ തോറ്റേച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണെങ്കിൽ അടുത്ത തവണ ഈ സീറ്റ് ലീഗ് വിട്ടു തരുന്നില്ല, ഇത് ലീഗിന് വേണം എന്ന് പറഞ്ഞാൽ എയറിലായി പോവും രാഹുൽ ഗാന്ധി. പിന്നെ ഒരു സീറ്റും കാണുകയില്ല. അപ്പൊ ഒരിടത്തും വേണ്ടാത്ത ഇയാളെ പിടിക്കാൻ അന്ന് തമിഴ്നാടും കാണില്ല, തമിഴ്നാട്ടിലെ DMK-യും കാണില്ല. ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം അസ്തമിക്കാൻ പോവുകയാണ് ജൂൺ 4-ാം തീയതി. ജൂൺ 4-ാം തീയതിയോടുകൂടി ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യാജ നേതാവും അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ജൂൺ 4-ാം തീയതി 4 മണിയാകുമ്പോഴത്തേക്കും തീരുമാനമാവും. എന്തായാലും മോദിജി പറഞ്ഞ പോലെ 400 ആണോ വേണ്ടത്, 40 ആണോ 4 ആണോ വേണ്ടത് എന്ന് കേരളത്തിൽ വന്ന് പ്രസംഗിച്ച സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ആ 400+ വേണ്ടി കാത്തിരിക്കുന്ന ജൂൺ 4-ന് ആ പെട്ടി തുറക്കുമ്പോൾ അതല്ലെങ്കിൽ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന മാന്യ പ്രേക്ഷകരിലേക്ക് ഇത് നമ്മുടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഫലം കൃത്യമായിട്ട് ജയസൂര്യൻജി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു എന്ന വിശ്വാസം തന്നെ. സാർ, ഇനി എന്തെങ്കിലും വിട്ടുപോയത് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്.
അതായത് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിൽ അവിടുത്തെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന 3 പ്രദേശങ്ങൾ സമരം ശക്തമാക്കും. ആത്മവിശ്വാസം ബലൂചിസ്ഥാന് വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കും. ഈ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ പലതായി ചിതറി ഭാരതത്തിൽ ലയിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് മാറും. പക്ഷെ ഇത് ചൈനയെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം ചൈനയ്ക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശിന്റെ അതിർത്തി മാന്താൻ ചൈന ഒരുങ്ങുന്നത്. പക്ഷെ ലാസ്റ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, അരുണാചൽ പ്രദേശിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ടിബറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന്. അതായത് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന, സാമ്പത്തിക ദുർബലമായിക്കൊണ്ട് ലോകത്ത് ഒറ്റപ്പെടാൻ പോകുന്ന ചൈനയോട് ടിബറ്റിന്റെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇന്ത്യ ആവശ്യപ്പെടാവുന്ന ഒരു കാലഘട്ടവും ആണ് വരാൻ പോകുന്നത്. ഇതൊക്കെ ഈ റിസൾട്ടിന്റെ റിസൾട്ട് ആയിരിക്കും. അതായത് 2024 ഇലക്ഷൻ റിസൾട്ടിന്റെ റിസൾട്ട് ആയിട്ട് പാകിസ്ഥാന്റെ തകർച്ചയും അതുപോലെ ടിബറ്റിന്റെ ഉദയവും നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ റിസൾട്ട് BJPയുടെ 3ാം വിജയം ഉണ്ടാക്കാൻ പോകുന്ന പ്രകമ്പനങ്ങൾ. ഇത് കേവലം ചെറിയ പ്രകമ്പനമല്ല. ആഗോള ശക്തിയായ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമല്ലാത്തൊരവസ്ഥയിൽ ഇന്ത്യ ഒന്ന് മൂളിയാൽ മതി, അല്ലെങ്കിൽ ഒരു നിശബ്ദ സമ്മതം കൊടുത്താൽ മതി, ഇതൊക്കെ സംഭവിക്കും. ഇതായിരിക്കും കാണാൻ പോകുന്നത്. എന്തായാലും 6.5 പതിറ്റാണ്ട് ഭരിച്ച, നമ്മളെ അടക്കി ഭരിച്ച് ഭാരതത്തെ പിറകോട്ട് വലിച്ച് ഭാരതത്തെ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂട്ടിക്കൊടുത്തിട്ടുള്ള കോൺഗ്രസിന് അവർ അനുഭവിക്കേണ്ട ഗതി തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. 3 അക്കം പോലും തികയ്ക്കാനാവാതെ രാഹുൽ ഗാന്ധി ഇന്നും നമ്മുടെ ആജീവനാന്ത പ്രധാനമന്ത്രി എന്ന ആ പട്ടം വാങ്ങിക്കൊണ്ട് തന്നെ അയാൾ ഇന്നും യുവത്വത്തിന്റെ രാജകുമാരൻ എന്നൊക്കെയാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ 50-ന് മുകളിൽ വയസ്സുള്ള അയാൾ ഇനിയിപ്പോൾ ഈ കോൺഗ്രസിന്റെ മരണാസന്ന ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അയാളുടെയും അവസ്ഥയും ഏകദേശം അതിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. എന്നാലും യുവത്വം എന്നും പറഞ്ഞുകൊണ്ട് ആഘോഷത്തോടെ വിദേശ വനിതയിൽ ഉണ്ടായിട്ട് പോലും തന്റെ ജാതി ഏത്, തന്റെ മതം ഏത്, തന്റെ കുലം ഏത്, തന്റെ സംസ്കാരം ഏത് എന്ന് വെളിപ്പെടുത്താൻ പോലും പറ്റാത്ത നട്ടെല്ലില്ലാത്ത ആ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇനി ഭാരതത്തിലെ ഒരാളും കാത്തിരിക്കില്ല, ഒരാളും ഭാരതത്തെ കൂട്ടിക്കൊടുക്കില്ല, അവരുടെ കൈകളിൽ ഏൽപ്പിക്കില്ല എന്നുള്ള ആ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ലോക്സഭാ ഇലക്ഷൻ നടന്ന എല്ലായിടത്തു നിന്നും കാണുന്നത്. അത് കൃത്യമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ കൃത്യമായിട്ട് നമ്മൾക്ക് വിവരിച്ചു തന്നു എന്നിട്ടുള്ള ആ ഒരു വിശ്വാസത്തോടെ തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ ഒരു വിഷയം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും സാർ വളരെ നന്ദി, ഇത്രയും ഗാഢമായി തന്നെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് ഈ വിഷയം എത്തിച്ചതിന്. എന്തായാലും നമുക്ക് ഇവിടെ സെഷൻ അവസാനിപ്പിക്കാം അങ്ങയുടെ അനുവാദത്തോടു കൂടി തന്നെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.